ഹലോ മക്കളെ, നമ്മുടെ ഓൺ എക്സാം വരാൻ പോവാണ് അല്ലേ? അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷ എഴുതണ്ടേ? അപ്പൊ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സോഷ്യൽ സയൻസിലെ സാമൂഹ്യശാസ്ത്രം, നമ്മുടെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്ററിനെ പറ്റി. ഇത് കുറച്ച് പ്രശ്നക്കാരനൊന്നുമല്ല, സിമ്പിളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇല്ലേ? അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത്, ഇതുവരെ പരീക്ഷയ്ക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ച് വന്നേക്കണത്, അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. നമുക്കൊന്ന് സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ അതൊന്ന് പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിന്റെ പേരെന്താ? ദ റിവർ വാലി സിവിലൈസേഷൻസ്. അതായത് നമ്മുടെ നദീതട സംസ്കാരങ്ങളിലൂടെ. എല്ലാവർക്കും ചാപ്റ്ററിന്റെ പേരൊക്കെ അറിയില്ലേ? സിമ്പിൾ ചാപ്റ്റർ ആണ് അല്ലേ? എല്ലാവരും മിടുക്കന്മാരുടെ ഇത് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. എന്നാലും സാറ് പ്രത്യേകിച്ച് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി പറഞ്ഞു തരാം. ഓക്കെ, ഇത് കണ്ടില്ലേ? നമ്മുടെ ഈ ചാപ്റ്ററിലുള്ള കംപ്ലീറ്റ് ടോപ്പിക്സിന്റെ ഒരു ചെറിയ ലഘു രൂപമാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത്. അതായത് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമുക്ക് 4 സിവിലൈസേഷൻസ് ആണ് പഠിക്കാനുള്ളത്, 4 സംസ്കാരങ്ങൾ. ഓക്കെ, അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതേപോലെ തന്നെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, പിന്നെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, പിന്നെ ഏറ്റവും അവസാനം എന്താ നമ്മുടെ ചാച്ചിങ്ചോ ചൈനീസ് സിവിലൈസേഷൻ. അതായത് നമ്മുടെ സിന്ധു നദിയുടെ സംസ്കാരം, അതേപോലെ തന്നെ ഈജിപ്ഷ്യൻ സംസ്കാരം, പിന്നെ മെസപ്പൊട്ടോമിയൻ സംസ്കാരം, പിന്നെ ചൈനീസ് സംസ്കാരം. ഓക്കെ, അപ്പോൾ ഈ 4 സംസ്കാരങ്ങൾ, ഈ 4 സിവിലൈസേഷൻസ് ആണ് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിലുള്ളത്. ഇതിൻ്റെ ഇടയിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോവാം. ഓക്കെ, മലയാളം നമ്മൾ ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ്? ഫീച്ചേഴ്സ് ഓഫ് ഗ്രേറ്റ് ബാത്ത്, അതായത് വലിയ സ്നാനഘട്ടത്തിന്റെ സവിശേഷതകളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സിമ്പിൾ ആണ്, 3 പോയിന്റുള്ളൂ, പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് പഠിച്ചോ. ഓക്കെ, ഇൻ മോഹൻജദാരോ എ ഗ്രേറ്റ് ടാങ്ക് കോൾഡ് ദ ഗ്രേറ്റ് ബാത്ത് was discovered. It is an evidence of the architectural skills of the peoples of that period. It was built entirely with the burned bricks. അതായത് ഈ സ്നാനഘട്ടം മോഹൻജദാരോയിൽ നിന്നാണ് കണ്ടെത്തിയത്. ഏത്? നമ്മുടെ ഈ ഗ്രേറ്റ് ബാത്ത് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അത് എവിടെ നിന്നാണ് കണ്ടെത്തിയത്? മോഹൻജദാരോയിൽ നിന്നാണ് കണ്ടെത്തിയത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് കണ്ടെത്തിയ സ്ഥലം അത് നമ്മൾ പറഞ്ഞു. ഇനി സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് ആൻ എവിഡൻസ് ഓഫ് ദ ആർക്കിടെക്ചറൽ സ്കിൽസ് ഓഫ് ദ പീപ്പിൾസ് ഓഫ് ദാറ്റ് പീരീഡ്. അതായത് ഹാരപ്പൻ ജനതയുടെ ശില്പകലാ സാമർത്ഥ്യത്തെ വ്യക്തമാക്കുന്ന സൃഷ്ടിയാണ് എന്ത്? വലിയ സ്നാനഘട്ടം. അതായത് അവിടുത്തെ ജനതയുണ്ടല്ലോ, അവർ ഭയങ്കര പ്രോ ആയിരുന്നു. എന്തില്? ഈ ശില്പകലയിലൊക്കെ വൺ പ്രോ ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ നീ പ്രോ, അവൻ ഭയങ്കര പ്രോ ആണെന്നൊക്കെ നമ്മൾ പറയില്ലേ? അതേപോലെ ഇവർ ശില്പകല, ആർക്കിടെക്ചറൽ സ്കിൽസിൽ വൺ കഴിവുള്ള ആൾക്കാരായിരുന്നു ഇല്ലേ? അവരുടെ സ്കിൽസ് അത്രത്തോളം ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഒരു എവിഡൻസ്, അവരുടെ ആ ഒരു തെളിവാണ് എന്ത്? നമ്മുടെ ഈ സ്നാനഘട്ടം എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇറ്റ് വാസ് ബിൽഡ് എൻറ്റയർലി വിത്ത് ദ ബേൺഡ് ബ്രിക്സ്, അതായത് ചുട്ട ഇഷ്ടികകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കാരണം നല്ല സെറ്റിലിരിക്കുകയാണ് ഇല്ലേ? പണ്ടത്തെ കാലത്തെ കൺസ്ട്രക്ഷൻ ഒക്കെ അങ്ങനെയാ, സെറ്റായിട്ട് അവർ പണിയുള്ളൂ ഇല്ലേ? അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുള്ളൂ ഇല്ലേ? നമ്മൾ കണ്ടെത്തിയത് എവിടെ നിന്നാണെന്ന് പറഞ്ഞു ഇല്ലേ? അതേപോലെ തന്നെ ആ ജനതയുടെ സ്കില്ല് ഇല്ലേ, അതിൻ്റെ ഒരു എവിഡൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞു? ഇത് ബേൺഡ് ബ്രിക്സ് കൊണ്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു. കഴിഞ്ഞു, സിമ്പിൾ. അടുത്ത വാ. ഓക്കെ, വന്നു. അടുത്തതാരാ? നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ കെയിം ടു ബി നോൺ ആസ് ബ്രോൺ ഏജ് സിവിലൈസേഷൻ. അതായത് ഇങ്ങനെ ചോദിക്കും, വൈ ഹാരപ്പൻ സിവിലൈസേഷൻ കെയിം ടു ബി നോൺ ആസ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. അതായത് ഹാരപ്പൻ സംസ്കാരത്തെ വെങ്കല സംസ്കാരം എന്ന് വിശേഷിപ്പിക്കുന്നതിനുള്ള കാരണം എന്ത് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അയ്യോ എന്ന് പറഞ്ഞ് നിൽക്കരുത്. ഇതൊക്കെ ഈ ചാപ്റ്ററിലെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. ഇത്രയേ ഉള്ളൂ. കോപ്പർ വാസ് മിക്സ്ഡ് വിത്ത് ടിൻ ടു പ്രൊഡ്യൂസ് ബ്രോൺസ്. അതായത് എന്താണ്? ചെമ്പും വെളുത്തീവും ഇല്ലേ, ലോഹങ്ങളാണ്. ഇതൊക്കെ ഉപയോഗിച്ചാണ് അവര് ബ്രോൺസ് ഉണ്ടാക്കിയിരുന്നത്. ഓക്കെ, കിട്ടിയില്ലേ? ഇനി ദേ മേഡ് ടൂൾസ് ആൻഡ് വെപ്പൺസ് യൂസിങ് ബ്രോൺസ്. വെങ്കലം കൊണ്ടാണ് അവര് ടൂൾസും വെപ്പൺസ് ഒക്കെ അവര് ഉണ്ടാക്കിയിരുന്നത്. അവർക്ക് പല പല ആക്ടിവിറ്റീസിനായിട്ട് ടൂൾസും വെപ്പൺസും ഉണ്ടാക്കിയിരുന്നത് എന്ത് ചെയ്യുന്ന നമ്മുടെ ഈ ബ്രോൺസിൽ നിന്നാണ്. വെങ്കലം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട് കേട്ടോ, പണ്ടത്തെ പടം. എനിക്കിത് കണ്ടപ്പോൾ അത് ഓർമ്മ വന്നു. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് സിൻസ് ബ്രോൺസ് വാസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഇറ്റ് കെയിം ടു ബി നോൺ ആസ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. അതായത് ഹാരപ്പൻ സംസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ വൈഡിൽ നല്ല രീതിയിൽ അടിച്ച് കയറിയ എന്നൊക്കെ പറയില്ല, അതേപോലെ അടിച്ച് പൊളിച്ച് യൂസ് ചെയ്തിരുന്ന സാധനമാണ് നമ്മുടെ ബ്രോൺസ്, വെങ്കലം. അതുകൊണ്ടാണ് ഇത് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് ഇതിനെ പറയുന്നത്. അതായത് വെങ്കലയുഗ സംസ്കാരം എന്നുകൂടി നമ്മൾ എന്തിനെ പറയും? നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷനെ പറയും. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി അടുത്തത് പോവാം.
ഇത് ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ ചോദ്യങ്ങൾ അതായത് ഞാൻ മുമ്പ് പറഞ്ഞ ടോപ്പിക്സ് ചിലപ്പോൾ എന്താ അങ്ങനെ അധികം ചോദിച്ച് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ ഈ എക്സാമിന് ചോദിച്ചാലോ ഒന്ന് തോന്നിയ കാരണം ഞാനത് ഇട്ടതാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം ഇത് പലവട്ടം പലതവണ ആവർത്തിച്ച് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്ത്? വാട്ട് ആർ ദ കോസസ് ഓഫ് ദ ഡിക്ലൈൻ ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ? അതായത് ഹാരപ്പൻ സംസ്കാരം തകരാൻ ഇടയാക്കിയ കാരണങ്ങൾ എന്ത് എന്നൊരു ചോദ്യം വരും ഇല്ലേ? ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. 4 or 5 മാർക്കോ അല്ലെങ്കിൽ 3 നമുക്ക് എന്താ ഇതിൽ നിന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് നേടാൻ സാധിക്കും ഇല്ലേ? അപ്പോൾ BCE 1700 അത് മുതലാണ് എന്താ നമ്മുടെ ഹാരപ്പൻ സംസ്കാരം എന്താ ക്ഷയിച്ചു തുടങ്ങിയത് എന്നാണ് പറയുന്നത് ഇല്ലേ? അതിന്റെ വൺ ഓഫ് ദ അല്ലെങ്കിൽ അല്ല കുറച്ച് മേജർ ആയിട്ടുള്ള കാരണങ്ങളുണ്ട് അല്ലേ? പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഓക്കെ, അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഫ്ലഡ്, അതായത് വെള്ളപ്പൊക്കം. നമ്മൾ 2018 നമുക്ക് വെള്ളപ്പൊക്കം വന്നിട്ടില്ലേ? അതേപോലെ തന്നെ വൻ വെള്ളപ്പൊക്കം വന്നു അവിടെ ഇല്ലേ? അതേപോലെ എന്താ എക്സ്റ്റേണൽ ഇൻവേഷൻസ്, അതായത് പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ ഇല്ലേ? പുറമേ നിന്നുള്ള ആൾക്കാരൊക്കെ ആരാക്രമിച്ചു? നമ്മുടെ ഈ ഹാരപ്പൻ ജനതയിലെ അല്ലെങ്കിൽ ഹാരപ്പൻ ജനത അല്ലെങ്കിൽ ഹാരപ്പയിലെ ആ ഒരു ആൾക്കാരെ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്? വനനശീകരണം, അതായത് ഡീഫോറസ്റ്റേഷൻ, വനങ്ങളൊക്കെ എന്താ നശിക്കപ്പെട്ടു. പിന്നെ അതേപോലെ ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ, അതായത് കാർഷിക മേഖലയിലുണ്ടായ തകർച്ച. അത് വൻ പ്രശ്നമാണ് കേട്ടോ. കാരണം കാർഷികം എന്ന് പറഞ്ഞാൽ എന്താ അവിടുത്തെ അതായത് ഏത് നാട്ടിലെടുത്താലും ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ്സാണ് എന്ത്? കാർഷിക മേഖല. അതെന്തായി? തകർന്നു പോയിച്ചു. എന്ത് കഷ്ടമാണല്ലേ, എന്തൊരു നല്ല സംസ്കാരമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ എന്താ പകർച്ചവ്യാധികൾ, എപ്പിഡമിക്സ് വന്നു കഴിഞ്ഞാൽ, പകർച്ചവ്യാധികൾ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊന്നും ഇല്ല ഇല്ലേ? അപ്പൊ ഇത് മാറാനായിട്ട് എന്താ നല്ല പണിയാ. ആളുകൾ എന്താ ഇങ്ങനെ മരിച്ചു കുമിഞ്ഞുകൂടും ഇല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ അവിടുത്തെ സംസ്കാരം തകർന്നു പോയില്ലേ? തകർന്നു പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് മെയിൻ ആയിട്ടുള്ള 5 റീസൺസ് എന്തിന് നമ്മുടെ ഹാരപ്പൻ സംസ്കാരം തകരാനിടയാക്കുക അല്ലെങ്കിൽ ഡിക്ലൈൻ ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ അതിന് ഇടയാക്കിയ സംഭവങ്ങളാണ്, റീസൺസ് ആണ്, കാരണങ്ങളാണ്. ഇപ്പോൾ സാർ ഇവിടെ ഇങ്ങനെ എണ്ണി പറഞ്ഞത്. ഇത് മക്കൾക്ക് മനസ്സിലായില്ലേ? സിമ്പിൾ കാര്യമല്ലേ? ഇതൊന്നുമില്ല. ഈ പോയിന്റ് അതേപോലെ തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ടക്ക് ടീച്ചർ പഠിച്ചിട്ടുണ്ട്, ഇവനറിയാം. ഓക്കെ, ഈ സാധനം അങ്ങോട്ട് മാർക്ക് അങ്ങോട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, സെറ്റ് അല്ലേ? നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇത് ഓക്കെയാണ്. ഓക്കെ, പോവാം. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഒരു സിവിലൈസേഷൻ സംസ്കാരത്തിനെ പറ്റി നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്. അതിക്കും ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതായത് സിന്ധു നദീതട സംസ്കാരത്തിനെ പറ്റി നമ്മൾ നേരത്തെ ആദ്യമേ പറഞ്ഞു ഇല്ലേ? അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടോ ആ ഒരു ഫ്ലോ ചാർട്ടിൽ എന്തുകൊണ്ട് ഹാരപ്പൻ സിവിലൈസേഷൻ സാറ് കൊടുത്തില്ല? ഒന്നുമില്ല. നമ്മുടെ സിന്ധു നദീതട സംസ്കാരം ഉണ്ടല്ലോ, അതിന്റെ എവിഡൻസ് ആദ്യമായി കിട്ടിയത് എവിടെ നിന്നാണ്? ഹാരപ്പയിൽ നിന്നാണ്. അതുകൊണ്ട് ഇൻഡസ് വാലി സിവിലൈസേഷനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് കൂടി അറിയപ്പെടും. എന്താണ്? നമ്മുടെ സിന്ധു നദിയുടെ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന് കൂടി അറിയപ്പെടും. ഓക്കെ, അപ്പൊ അതിനകത്ത് ആ ഒരു ഭാഗത്തിലാണ് ഇതൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് എന്താ അതിൽ നിന്ന് പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമായതുകൊണ്ട് മാത്രം അത് ഉൾപ്പെടുത്തിയത്. കാരണം മറ്റു കാര്യങ്ങൾ അതിനകത്ത് ഗ്രാനറി വരുന്നുണ്ട്, അഗ്രികൾച്ചർ വരുന്നുണ്ട് ഇല്ലേ, ട്രേഡ് വരുന്നുണ്ട്, പിന്നെ ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം ഉൾപ്പെടുത്താഞ്ഞത്. ഓക്കെ, മക്കൾ അതും പഠിക്കണം. ഇപ്പം ഞാൻ ഇത് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞത് പഠിക്കാണ്ടിരിക്കരുത്. ഓക്കെ, ഇതും ഫോക്കസ് മസ്റ്റായിട്ട് ചെയ്യണം. അതിൻ്റെ ഒപ്പം അതും പഠിച്ച് കവറപ്പ് ചെയ്തു പോകണം. ഓക്കെ, ഇനി അടുത്തത് ഞാൻ പറഞ്ഞു ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, അതായത് ഈജിപ്ഷ്യൻ സംസ്കാരം. ഓക്കെ, ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ വിച്ച് ഈസ് കൺസിഡേർഡ് ദ ബെസ്റ്റ് എമംഗ് ദ ഏഷ്യൻ സിവിലൈസേഷൻ ഒറിജിനേറ്റഡ് അറ്റ് ദാറ്റ് റിവർ വാലി, അതായത് പ്രാചീന നദീതട സംസ്കാരങ്ങളിൽ ഏറ്റവും മികച്ച സംസ്കാരങ്ങളിൽ ഒന്നാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. അതായത് പ്രാചീനമായിട്ടുള്ള നദീതട സംസ്കാരങ്ങളുണ്ട് ഇല്ലേ? നമ്മളത് പഠിക്കും. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് അതിനകത്ത് എന്താ ഏറ്റവും മികച്ച അല്ലേ, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് സിംഗർ എന്നൊക്കെ പറയൂലേ, അതേപോലെ ഏറ്റവും മികച്ച എന്താ നദീതട സംസ്കാരമാണ് നമ്മുടെ എന്ത് ഈജിപ്ഷ്യൻ സംസ്കാരം ഇല്ലേ? അപ്പോൾ പ്രധാനമായിട്ടും ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്, അതേപോലെ അഡ്വാൻറ്റേജസ് നേട്ടങ്ങളുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ടക്ക് അത് പഠിച്ചു കഴിഞ്ഞ് ചോദ്യം ചോദിച്ച് മാർക്ക് നമുക്ക് നേടിയെടുക്കാനോ, ചോദ്യം ചോദിച്ച് പരീക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞാൽ മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം, ഫീച്ചേഴ്സിലേക്ക് പോവാം. വന്നോ? ഫീച്ചേഴ്സ് അല്ല, സോറി, അതിക്ക് മുമ്പ് ഒരു 1-2 കാര്യം കൂടി പറയാനുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ അവിടുത്തെ കുറച്ച് ടേംസ് ഉണ്ട് ഇല്ലേ? ടേംസ്, അതായത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പഠിക്കാനുണ്ട് ഈജിപ്തിൽ. ഓക്കെ, സിമ്പിളായിട്ട് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫറവോ എന്ന് പറഞ്ഞാൽ എന്താ? അവിടുത്തെ രാജാക്കന്മാർ, ദ കിങ് ഓഫ് ഈജിപ്റ്റ് വെർ നോൺ ആസ്
ഫറവോ. അതായത് പുരാതന ഈജിപ്തിലെ രാജാക്കന്മാര് എന്താ ഫറവോ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് ഇപ്പൊ എന്താ ഫ്രഞ്ച് റെവല്യൂഷൻ നമ്മുടെ 10ാം ക്ലാസ്സിലെ ചേട്ടന്മാർക്ക് പഠിക്കാനുണ്ട്. അതേപോലെ ഒരുപാട് റെവല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ ബോർബൺ കിങ്സ് ആണ് ഇവിടെ ഫ്രഞ്ച് ഭരിച്ചിരുന്നത് എന്ന് സാർ വരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ സാറിന് അത് ഓർമ്മ വന്നത്. അപ്പോൾ നമ്മൾ ഓരോ രാജ്യത്തും എന്താ രാജാക്കന്മാർക്ക് ഒരു പേരുണ്ട്, ആ രാജവംശത്തിന് ഒരു പേരുണ്ട്. അതാണ് ഫറവോ എന്നാണ് എന്താ നമ്മുടെ ഈ ഈജിപ്തിലെ കിങ്സിന് അറിയപ്പെട്ടിരുന്നത്. അതേപോലെ തന്നെ മമ്മി. മമ്മി എനിക്ക് വിശക്കുന്നു, ആ മമ്മി അല്ലാട്ടാ, ഇത് വേറെ മമ്മിയാണ്. മമ്മിയുടെ സിനിമയൊക്കെ ഉണ്ട്, ഇത് പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ദ പ്രാക്ടീസ് ഓഫ് പ്രിസർവിംഗ് ദി ബോഡി ഓഫ് ദ ഡെഡ് പ്രിവെയിൽഡ് ഇൻ ഈജിപ്റ്റ്. എ കോപ്സ് പ്രിസർവ്ഡ് ദസ് ഈസ് കോൾഡ് എ മമ്മി. അതായത് മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കുന്ന രീതി ഈജിപ്തിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ സൂക്ഷിക്കപ്പെട്ട മൃതശരീരം മമ്മി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഒരാൾ അവിടെ മരിച്ചു കഴിഞ്ഞാൽ അത് കേടുകൂടാണ്ട് എന്താ നമ്മുടെ ഈജിപ്തിൽ സൂക്ഷിച്ചിരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ സൂക്ഷിച്ചിരുന്ന ആ മൃതശരീരങ്ങളെ വിളിച്ചിരുന്ന പേരാണ് എന്ത്? മമ്മി. എന്ത് രസമുള്ളവരല്ലേ മമ്മി. ഇപ്പൊ വീട്ടിൽ പല ആൾക്കാരും അമ്മേനെ മമ്മി എന്ന് വിളിക്കാറുണ്ട്, അത് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ചിലപ്പോൾ ഒരു മാർക്കിനെങ്ങാനും ഇവൻ കയറി വന്നാലാ, ഇവൻ ചോദിച്ചാലാ അല്ലെ? ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ പഠിക്കുമ്പോൾ ഇതും കൂടി നമ്മൾ പഠിക്കണ്ടേ? ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് സാർ. പിരമിഡ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫറവോ പറഞ്ഞു, അതേപോലെ തന്നെ എന്താ നമ്മുടെ മമ്മി പറഞ്ഞു. ഇനി എന്താ പിരമിഡ്സിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സിമ്പിൾ കാര്യമാണ്, ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഓക്കെ, ഇതൊന്നും വാരി വലിച്ച് എഴുതാനുള്ള കാര്യങ്ങളില്ല, കുഞ്ഞു കാര്യങ്ങളാണ്. ഇത്രേ ഉള്ളൂ. പിരമിഡ്സ് വേർ ടോംസ് വേർ ദ മമ്മീസ് വേർ പ്രിസർവ്ഡ്. ദേ ആർ മെയിൻ ആസ് എവിഡൻസ് ഫോർ ദ എക്സസീവ് യൂസ് ഓഫ് ലേബർ ആൻഡ് വെൽത്ത്. അതായത് മമ്മികൾ സൂക്ഷിച്ചിരുന്ന വലിയ കുടീരങ്ങൾ ആണ് പിരമിഡുകൾ. അതായത് ഞാൻ പറഞ്ഞു, അതായത് കേടുകൂടാതെ സൂക്ഷിച്ചിരുന്ന മൃതശരീരം മമ്മി എന്ന് അറിയപ്പെടുന്നു പറഞ്ഞു. അപ്പൊ അത് സൂക്ഷിക്കണ്ടേ? വെറുതെ ഇങ്ങനെ വെയിലത്തോണ്ട് ഇട്ടാൽ പോരെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് ഇട്ടാൽ മതിയോ? അത് സൂക്ഷിക്കണ്ടേ? അപ്പോൾ അത്രമുള്ള അത് സൂക്ഷിക്കാനുള്ള വലിയ ഒരു ശവകുടീരമാണ് എന്ത്? നമ്മുടെ പിരമിഡുകൾ. ഓക്കെ, അതേപോലെ പിരമിഡുകളുടെ നിർമ്മാണത്തിൽ മനുഷ്യ അധ്വാനവും സമ്പത്തും വൻതോതിൽ ആവശ്യമായിരുന്നു അല്ലേ? കാരണം ഇത്രയും വലിയ സാധനം ഒരു കെട്ടിപ്പൊക്കണമെങ്കിൽ എന്താ പൈസ വേണം. ഇപ്പൊ സാധാരണ നിങ്ങളുടെ ബിൽഡിംഗ് എന്താ 3-4 നിലയുണ്ട്, നല്ല പൈസ വേണ്ടേ? അതേപോലെ തന്നെ ആ സമയത്ത്, അതായത് അന്ധകാലം അല്ലേ, അവിടെയും എന്താ പൈസ തന്നെ വേണം. അപ്പോൾ നല്ല മനുഷ്യധ്വാനവും അതേപോലെ സമ്പത്തും എന്താ ആവശ്യമായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ പിരമിഡ് ഉണ്ടാക്കാനായിട്ട് ഇല്ലേ? കാരണം ഈ മൃതശരീരങ്ങൾ സൂക്ഷിക്കാനായിട്ടാണ് എന്താ മെയിനായിട്ട് ഈ പിരമിഡുകൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇത് കെട്ടിപ്പടുക്കണമെങ്കിൽ, എന്തെങ്കിലും നിർമ്മിക്കണമെങ്കിൽ എന്താ നല്ല മനുഷ്യധ്വാനവും അതേപോലെ തന്നെ എന്താ സമ്പത്തും വേണമെന്നായിരുന്നു എന്താ നമ്മൾ ചരിത്രകാരന്മാർ പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി അടുത്തതിലേക്ക് പോവാം. ഇനി മെയിനായിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഓക്കെ, ഫീച്ചേഴ്സ് അതായത് സവിശേഷതകൾ എന്ന് നമ്മൾ പറയും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് മസ്റ്റായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് നമ്മുടെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ? മുമ്പ് പറഞ്ഞ കാര്യങ്ങളും എന്താ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ എന്താണ് പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള, ചിലപ്പോൾ ഇപ്രാവശ്യവും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് ഈജിപ്ഷ്യൻ civilization. Okay, പോവാം. This civilization flourished in the valleys of the river Nile. നൈൽ നദി പാട്ടൊക്കെ ഉണ്ടല്ലോ നൈലിനെ വെച്ച് അല്ലേ? അതേപോലെ തന്നെ agriculture was the backbone of this civilization. The Egyptian is also engaged in weaving and production of glassware. They formed the art of writing. It is known as hieroglyphics. They used the leaves of the plant called papyrus for writing. Sir, next slide. അതായത് ഈജിപ്തിലെ നൈൽ നദീതടത്തിലാണ് ഈ സംസ്കാരം വളർന്നു വന്നത്. ഏറ്റവും നീളം കൂടിയ നദിയാണ് എന്ത്? നമ്മുടെ നൈൽ എന്ന് പറഞ്ഞ നദി അല്ലേ? അപ്പോൾ അതിൻ്റെ എന്താണ് ആ ഒരു നദീതടത്തിലാണ് ഈ സംസ്കാരം വളർന്നു വന്നത്. ഏത് സംസ്കാരം? വിച്ച് സംസ്കാരം? അതായത് വിച്ച് സിവിലൈസേഷൻ? നമ്മുടെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, അതായത് നമ്മുടെ ഈജിപ്ഷ്യൻ സംസ്കാരം. അതേപോലെ തന്നെ കൃഷിയായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ അടിത്തറ. അതായത് എല്ലാ ഒരു സംസ്കാരത്തിനും ഒരു ബേസ് ഉണ്ട്, അടിത്തറ ഉണ്ട് ഇല്ലേ? അവർ മെയിനായിട്ട് ജീവിച്ചിരുന്ന എന്താ? കൃഷി വഴിയായിരുന്നു. അതാണ് എന്താ? കൃഷിയായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ അടിത്തറ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നെയ്ത്ത്, സ്ഫടിക നിർമ്മാണം എന്നിവയിലും എന്താ ജനങ്ങൾ ഏർപ്പെട്ടിരുന്നു. അതായത് നമ്മുടെ ഗ്ലാസ് വെയർ വീവിംഗ് എന്ന് സാറ് ഇപ്പൊ ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ? അപ്പോൾ അതായിരുന്നു മെയിൻ ആയിട്ട് എന്താ ഇവരുടെ ആക്ടിവിറ്റീസ്. അതായത് ജനങ്ങൾ ഇതിലും എന്താ ഏർപ്പെട്ടിരുന്നു. കൃഷി ഉണ്ടായിരുന്നു, അതിനോടൊപ്പം എന്താ ഇതിലും ഇവർ ഏർപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പ്രാചീന ഈജിപ്ഷ്യൻ ജനത ഹൈറോഗ്ലിഫിക്സ് എന്ന ഒരു എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയിരുന്നു. അതായത് അവർക്ക് എഴുതാനായിട്ട് ഒരു വിദ്യ, അതായത് ഒരു ഫോം ഓഫ് റൈറ്റിംഗ് അവരെന്താ രൂപപ്പെടുത്തിയിരുന്നു. അവരുടേതായ ഒരു ശൈലിയിൽ ഒരു എഴുത്തുവിദ്യ എന്താ അവർ രൂപപ്പെടുത്തിയിരുന്നു. അതിൻ്റെ പേരാണ് ഹൈറോഗ്ലിഫിക്സ്. ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് നമ്മുടെ പ്രാചീന ഈജിപ്ഷ്യൻ ജനത രൂപപ്പെടുത്തിയ എഴുത്തുവിദ്യ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഹൈറോഗ്ലിഫിക്സ് എന്ന് നമുക്ക് എഴുതി വെക്കാം. സെറ്റ് സാധനം. ഇനി അടുത്തത് പാപ്പിറസ്. പാപ്പിറസ് ചെടി
ചെടിയുടെ ഇലകളാണ് എഴുതാനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. അതായത് എഴുതണമെങ്കിൽ നമ്മളിപ്പോൾ പേന ഉപയോഗിക്കും, അതേപോലെ തന്നെ പെൻസിൽ ഉപയോഗിക്കും, അതേപോലെ എന്താ ഇതൊക്കെ ഉപയോഗിക്കും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ അവിടുത്തെ ജനത എഴുതാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ചെടിയാണെന്ത്? പാപ്പിറസ്. നല്ല പേരല്ലേ, പാപ്പിറസ്. ഓക്കെ, പാപ്പിറസ് എന്ന് പറഞ്ഞ ചെടിയെ ഉപയോഗിച്ചാണ് എന്ത് അവർ എഴുതിയിരുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ സാറേ? ആ ഇംഗ്ലീഷിനൊന്നുകൂടി എടുത്തേ മുമ്പത്തെ. അപ്പോൾ ഈ കാര്യങ്ങൾ, അതായത് നമ്മുടെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ ഫീച്ചേഴ്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്. നൈൽ നദിയുടെ കരയിലാണത് എന്താ വളർന്നു വന്നത്. പിന്നെ അഗ്രികൾച്ചർ ആയിരുന്നു അവരുടെ ബാക്ക് ബോൺ സാറ് പറഞ്ഞു. പിന്നെ എന്താ വീവിങ്ങും അതേപോലെ തന്നെ ഗ്ലാസ് വെയറും, അതായത് നമ്മുടെ സ്ഫടികവും അതേപോലെ നമ്മുടെ നെയ്ത്തും അതായിരുന്നു. അതും കൂടി അവരെന്താ ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയിൽ കൂടി അവർ ഉൾപ്പെട്ടിരുന്നു എന്ന് പറയാൻ പറ്റില്ല, ഏർപ്പെട്ടിരുന്നു. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ദേ ഫോർംഡ് ദ ആർട്ട് ഓഫ് റൈറ്റിംഗ്. ഇറ്റ് ഈസ് നോൺ ആസ് ഹൈറോഗ്ലിഫിക്സ്. ഇത് ആവർത്തിച്ച് പറയാൻ കാരണം ഈ പേര് ചിലപ്പോൾ കിട്ടാനായിട്ട് എന്താ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഹൈറോഗ്ലിഫിക്സ്. ഓക്കെ, സെറ്റാണ്. പിന്നെ അതേപോലെ തന്നെ ദേ യൂസ് ദ ലീവ്സ് ഓഫ് ദി പ്ലാന്റ് കോൾഡ് പാപ്പിറസ് ഫോർ റൈറ്റിംഗ്. ഇത് രണ്ടാമത് പറയാൻ കാരണം ഇതൊക്കെ സിമ്പിൾ പോയിന്റാ. ഓക്കെ, അപ്പോൾ പാപ്പിറസ് എന്ന് പറഞ്ഞാൽ എന്താ ചെടി ഉപയോഗിച്ചാണ് ഇവർ എഴുതിയിരുന്നത്. ഇത്രയേ ഉള്ളൂ സെറ്റ് സാധനം. ഓക്കെ, അപ്പോൾ 5 പോയിന്റ് ഉണ്ട്. ഇത് അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ മാർക്ക് ഇങ്ങ് പോരും. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. അഡ്വാൻറ്റേജസ് ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഇതും ഇതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും പോയിന്റ് ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ഇത് പഠിക്കാണ്ടിരിക്കരുത്. ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം സിമ്പിളായിട്ടുള്ള കാര്യം മനസ്സിലാക്കി എഴുതി കഴിഞ്ഞാൽ ഇത്രയും എളുപ്പമുള്ളൊരു പോർഷനും, അതായത് ഇത്രയും എളുപ്പമുള്ളൊരു സബ്ജക്റ്റും ഇല്ല. അപ്പോൾ സോഷ്യലിൻ്റെ പ്രധാന പ്രശ്നം എന്താ? എല്ലാവർക്കും പാടാണ്, ഒരുപാടുണ്ട്, അതല്ലേ. അതൊന്നും എന്താ ഒരു വിഷയം വരാൻ പോണില്ല, നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ദേ ഫോർമുലേറ്റഡ് എ സോളാർ കാലണ്ടർ ആസ് പെർ ദ കാലണ്ടർ എ ഇയർ ഹാഡ് 365 ഡേയ്സ്. അതായത് എന്താണ് അവർ ഒരു സോലാർ കലണ്ടർ അതെന്താ അവർ ഫോർമേറ്റ് ചെയ്തു. ആ ഒരു വർഷത്തിൽ 365 ദിവസമുണ്ട് അല്ലേ, ഇവിടെ അങ്ങനെ തന്നെ. അപ്പോൾ അവരെന്താ അത് ഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ എ ഇയർ വാസ് ഡിവൈഡ് ഇൻ ടു 12 months of 30 days each. The remaining 5 days were set aside for celebrations. They could calculate the area of triangles and rectangles. To determine time, they made sundial clock and water clock. The Egyptians were skillful in sculpture. It was evident from the Sphinx statue with a lion's body and human head. Sorry, അടുത്തേക്ക് പോവാം. അതായത് മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സോളാർ ബേസ് ചെയ്തിട്ടുള്ള എന്താണ് ഒരു കലണ്ടർ എന്താ അവർ ഡെവലപ്പ് ചെയ്തിരുന്നു ഇല്ലേ. 365 ദിവസങ്ങൾ ഇവിടെയുള്ള പോലെ തന്നെ അവിടെ 365 ദിവസങ്ങളാണ് ഉണ്ടായിരുന്നത്. സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കലണ്ടർ ആയിരുന്നു അത്. അതേപോലെ തന്നെ 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളായി ഒരു വർഷത്തെ വിഭജിച്ചു. നമ്മളിവിടെ 30, 31, 28 എന്നൊക്കെ പറഞ്ഞ് കയറിയിരിക്കും. അവർ കറക്റ്റ് 30 ദിവസമുള്ള 12 മാസമായിട്ട് എന്താ അതിനെ വിഭജിച്ചു, സെപ്പറേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ബാക്കി 5 ദിവസം ആഘോഷം തുടങ്ങട്ടെ മോനെ, നമ്മുടെ മോഹൻലാലൊക്കെ പറയുന്ന പോലെ ആഘോഷങ്ങൾക്ക് വേണ്ടി സെലിബ്രേഷന് വേണ്ടി എന്താ അവർ മാറ്റി വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഓ, എന്താ അടിപൊളി പരിപാടിയാണല്ലേ, വെൽ പ്ലാൻഡ് സാധനം അല്ലേ. അതേപോലെ തന്നെ എന്താ ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കാൻ അവർക്കറിയാമായിരുന്നു. അതായത് അവരുടെ എബിലിറ്റി ഓഫ് മാത്തമാറ്റിക്സ്, കണക്കിൽ അത്രത്തോളം അവർ പവറായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു പോയിന്റാണ് എന്താ അവർക്ക് ത്രികോണം അതേപോലെ ചതുരം ഇതിന്റെ ഏരിയ കണക്കാക്കാൻ അവർക്ക് അറിയായിരുന്നു. ഇവിടെ പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ പലരും എഴുന്നിട്ട് ഓടും. വെറുതെ പറഞ്ഞാണ്, നിങ്ങൾക്ക് അറിയാതെ എനിക്കറിയാം, എന്നാലും ഞാൻ ചുമ്മാ ഒന്ന് കളിയാക്കണ്ടേ. അപ്പോൾ എന്താ ത്രികോണ ചതുരം ഇതിൻ്റെയൊക്കെ ഏരിയ അതായത് വിസ്തൃതി കണക്കാക്കാൻ ഇവർക്ക് അറിയാമായിരുന്നു. അതേപോലെ തന്നെ സമയം കണക്കാക്കുന്ന സൂര്യഘടികാരം, ജലഘടികാരം തുടങ്ങിയവ അവർ തയ്യാറാക്കിയിരുന്നു. അതായത് ഞാൻ പറഞ്ഞു ആ സൺഡിയൽ ക്ലോക്ക്, വാട്ടർ ക്ലോക്ക്, അപ്പോൾ അതെന്താ ഇവർ തന്നെ നിർമ്മിച്ച കാര്യങ്ങളാണ് ഇല്ലേ. അതേപോലെ തന്നെ മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള സ്ഫിങ്സ് എന്ന പ്രതിമ അവരുടെ ശില്പവൈദഗ്ധ്യത്തിന് ഉദാഹരണമാണ്. അതായത് വേറൊന്നുമല്ല, നമ്മുടെ ഈ മനുഷ്യന്റെ തല, പെന്റെ തല, എൻ്റെ ഉടൽ എന്താ സിംഹമായിരിക്കുള്ളൂ. അങ്ങനെ ഒരു സ്റ്റാച്യു അവരോട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ പേരാണ് സ്ഫിങ്സ്. ഓക്കെ, സ്ഫിങ്സ് സ്റ്റാച്യു സെറ്റ് അല്ലേ. അപ്പോൾ അതെന്താണ് അവരുടെ ആർക്കിടെക്ചറൽ സ്കിൽസ് ഇല്ലേ, അവരുടെ ശില്പകലയുടെ ആ ഒരു വൈദഗ്ധ്യം, ആ ഒരു പ്രാവീണ്യമാണ് എന്താ അവരവിടെ അതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഈ ഒരു സ്റ്റാച്യു അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് എന്തുള്ളൂ നേട്ടങ്ങൾ. നമ്മുടെ സൂര്യൻ്റെ കാര്യം പറഞ്ഞു, 365 ദിവസങ്ങളുള്ള കലണ്ടറിൻ്റെ കേസ് പറഞ്ഞു, അതേപോലെ 30 ദിവസങ്ങൾ വെച്ചിട്ട് 12 മാസങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ എന്താ ബാക്കി വന്ന 5 ദിവസം ആഘോഷം. പിന്നെ അതേപോലെ തന്നെ ത്രികോണം ചതുരം അതിൻ്റെ വിസ്തൃതി കാണാൻ അവർക്ക് അറിയാമായിരുന്നു. പിന്നെ അതേപോലെ സൂര്യഘടികാരം, അതേപോലെ തന്നെ എന്താ ജലഘടികാരം അത് അവർ തയ്യാറാക്കിയിരുന്നു. പിന്നെ ഞാൻ ഈ സ്ഫിങ്സ് സ്റ്റാച്യുവിൻ്റെ പ്രതിമയുടെ കേസ് ഞാൻ പറഞ്ഞു, അതെന്താ നമ്മുടെ മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലും അതായിരുന്നു ആ സ്റ്റാച്യു. ഓക്കെ, അപ്പോൾ അതിലൂടെ അവർ നമ്മുടെ ആർക്കിടെക്ചറിൽ അത്രയും സ്കിൽഫുൾ ആണെന്ന് കാണിച്ചിരുന്നു, അത്രയും വൈദഗ്ധ്യം നേടിയിരുന്നു എന്ന് അവർ കാണിച്ചിരുന്നു. ഓക്കെ, സെറ്റ് അല്ലേ. നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന സിവിലൈസേഷൻ, സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. അതായത് നമ്മുടെ
മെസപ്പൊട്ടോമിയ സംസ്കാരം. അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് പെട്ടാന്ന് പറഞ്ഞ് പഠിക്കാം, മറ്റേതൊക്കെ പഠിച്ചില്ലേ. അതേപോലെ തന്നെ മെസപ്പൊട്ടോമിയ ഈസ് ആൻ ഐലൻഡ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ റിവേഴ്സ് ഓഫ് യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. അതേപോലെ ദ റിവേഴ്സ് ഹാവ് ദെയർ ഒറിജിൻ ഇൻ ദ അർമീനിയൻ മൗണ്ടൻ റേഞ്ചസ്, ഫ്ലോ ത്രൂ ഇറാൻ ആൻഡ് ഇറാഖ് ആൻഡ് ഫൈനലി ജോയിൻ ദ പേർഷ്യൻ ഗൾഫ്. അതേപോലെ there are 4 different civilizations emerged and declined in Mesopotamia, that is Sumerian, Babylonian, അതേപോലെ തന്നെ Assyrian, പിന്നെ Chaldean. Ur, Uruk and Lagash were the major cities in the ancient Mesopotamia. Sir, next slide. അപ്പോൾ നമ്മുടെ ഫീച്ചേഴ്സ് ഓക്കെ, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സവിശേഷതകളെന്ന് നമുക്ക് മലയാളത്തിൽ പറയും. അതായത് ഇന്നത്തെ ഇറാഖിലെ ടൈഗ്രീസ്, യൂഫ്രട്ടീസ് എന്നീ നദികൾ എന്നിവയായിരുന്നു അത്. ഈ 4 പേരൊന്ന് പഠിച്ചു വെച്ചോ. ഒന്നുകൂടി പറയാം. സുമേറിയൻ, നമ്മൾ ഇംഗ്ലീഷ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അത് പറഞ്ഞു. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ. സെറ്റ്. ഇത് 4 എന്താണ് നമ്മുടെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിൽ, അതായത് ഇതിൽ ഈ 4 വ്യത്യസ്ത സംസ്കാരം ഉദയം കൊള്ളുകയും അതേപോലെ തന്നെ അസ്തമിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ ഉറുക്, ലഗാഷ് എന്നിവ പ്രാചീന മെസപ്പൊട്ടോമിയയിലെ പ്രധാന നഗരങ്ങളായിരുന്നു. അവിടെ പ്രാചീന മെസപ്പൊട്ടോമിയ, നമ്മുടെ ഏഷ്യൻ മെസപ്പൊട്ടോമിയ, അവിടുത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു എന്ത്? ഉറുക്, ലഗാഷ്. എന്താണ് ഉറുക്, ലഗാഷ്? നല്ല സൂപ്പർ പേര് അല്ലേ, അടിപൊളി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുള്ളൂ. അപ്പം നദികളുടെ പേര് ഞാനിപ്പോൾ പറഞ്ഞു തന്നു, 4 സംസ്കാരങ്ങളുടെ പേര് നമ്മൾ പഠിച്ചു. പിന്നെ ഉറുക്, ലഗാഷ്. ഓക്കെ, ഈ പേരും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഈസ് കംപ്ലീറ്റഡ്, തീർന്നു. ഇനി അടുത്തേക്ക് പോവാം. അഡ്വാൻറ്റേജസ്, അതായത് നേട്ടങ്ങൾ സിമ്പിൾ ഉള്ളൂ. ദേ ഫോർമുലേറ്റഡ് എ calendar based on the movements of the moon. They divided a year into 12 months, a month into 4 weeks, and a day into 24 hours. They knew division, multiplication and square root. അതായത് ചന്ദ്രന്റെ ചലനത്തെ അടിസ്ഥാനമാക്കി ഒരു കലണ്ടറും അവർ തയ്യാറാക്കിയിരുന്നു. അതായത് ചന്ദ്രന്റെ അതായത് നമ്മൾ മറ്റേത് പഠിച്ചപ്പോൾ സൂര്യൻ പറഞ്ഞു, ഇതിനകത്ത് ചന്ദ്രനെ അതിന്റെ ചലനത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഇവരൊരു കലണ്ടർ തയ്യാറാക്കിയിരുന്നു. ഒരു വർഷത്തെ 12 മാസങ്ങളായും ഒരു മാസത്തെ 4 ആഴ്ചകളുമായി വിഭജിച്ചിരുന്നു, നമ്മളൊക്കെ ചെയ്യുന്ന പോലെ. അതേപോലെ ഒരു ദിവസത്തെ 24 മണിക്കൂറായി കണക്കാക്കിയിരുന്നു, നമ്മൾ അങ്ങനെ തന്നെയല്ലേ, സിമ്പിൾ. പിന്നെ അതേപോലെ ഹരണം, ഗുണനം, വർഗ്ഗമൂലം എന്നിവയും അവർക്ക് അറിയാമായിരുന്നു. അതായത് ഇവരെ മാത്തമാറ്റിക്സ്, അതേപോലെ ആസ്ട്രോളജി, ജ്യോതിശാസ്ത്രം ഇല്ലേ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിനകത്ത്. അതിൻ്റെ പ്രാവീണ്യമാണ് നമുക്ക് ഈ ഒരു നേട്ടങ്ങളിലൂടെ അറിയാനായിട്ട് സാധിക്കുന്നത്. അതായത് അത്രയും അവർ സെൻസിറ്റീവ് ആയിരുന്നു ഈ കാര്യങ്ങളിൽ. അപ്പോൾ ഈ ഹരണം, ഗുണനം, വർഗ്ഗമൂലം, അതായത് നമ്മൾ ഈ മാത്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സ്ക്വയർ റൂട്ട് ഇല്ലേ, ഇതൊക്കെ അവർക്ക് അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റൊരു നമ്മുടെ സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടൊരു ക്ലോക്ക് നിർമ്മിച്ചപ്പോൾ ഇവരെന്ത് ചെയ്തു, നമ്മുടെ ചന്ദ്രൻ, മൂണിനെ അടിസ്ഥാനമാക്കിയിട്ടൊരു ക്ലോക്ക് നിർമ്മിച്ചു. പിന്നെ അതേപോലെ 12 മാസങ്ങൾ, അതായത് നമുക്കിപ്പോൾ എങ്ങനെയാണോ 12 മാസങ്ങളും അതേപോലെ 4 ആഴ്ചകളും 24 മണിക്കൂറും, അതായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നു, ആ കലണ്ടറിൽ ഉണ്ടായിരുന്നു. ഇത്രയേ കാര്യങ്ങളുള്ളൂ. ഇതൊരു കോംപ്ലിക്കേഷനും ഇല്ല, ഒരു തെറ്റ് നമുക്ക് ഇതിനകത്ത് വരാനായിട്ട് ഇല്ല, കാരണം അത്രയും സിമ്പിളാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനായിട്ട് സാധിക്കും. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മെസപ്പൊട്ടോമിയ സിവിലൈസേഷൻ? മെസപ്പൊട്ടോമിയ സംസ്കാരത്തിന്റെ നേട്ടങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റും. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി അടുത്തതിലേക്ക് പോവാം. പെക്യുലാരിറ്റീസ് ഓഫ് ക്യൂനിഫോം സ്ക്രിപ്റ്റ്, അതായത് ഒരു ക്യൂനിഫോം, ഒരു എഴുത്ത് വിദ്യയാണ്. അതിനെപ്പറ്റി നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. ഇത്രയേ ഉള്ളൂ. ദ മെസപ്പൊട്ടോമിയൻ സിസ്റ്റം ഓഫ് റൈറ്റിംഗ് ഈസ് കോൾഡ് ക്യൂനിഫോം. The script was wedge-shaped. They were written on the smooth surface of wet clay tables. A sharp stylus was used for writing. മെസപ്പൊട്ടോമിയൻ എഴുത്തുവിദ്യ ക്യൂണിഫോം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു എഴുത്തുവിദ്യയുടെ കേസ് പറഞ്ഞില്ലേ, ഹൈറോഗ്ലിഫിക്സ്. അതേപോലെ ഇതിനകത്തും ഒരു എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു, അതിന്റെ പേരാണ് ക്യൂണിഫോം. അതേപോലെ തന്നെ അവയുടെ ലിപികൾക്ക് ആപ്പിന്റെ ആകൃതിയാണ്. ആപ്പ്, മരത്തിനൊക്കെ അടിക്കണ ആപ്പില്ലേ, അതിൻ്റെ ഒരു ആകൃതിയാണ്. ഓക്കെ, അതേപോലെ തന്നെ മണ്ണ് കുഴച്ചുണ്ടാക്കിയ ചെറു ഫലകങ്ങളുടെ മിനുസമുള്ള പ്രതലത്തിലാണ് അവർ എഴുതിയിരുന്നത്. അതായത് മണ്ണ് കുഴച്ചുണ്ടാക്കിയ ചെറിയ ടേബിളിന്റെ കേസ് പറഞ്ഞില്ല, അതേപോലെ ക്ലേ ടേബിൾസ്, അതിലാണ് ആ മിനുസമുള്ള ഒരു പ്രതലം ഇല്ല, ആ ഒരു സർഫേസിലാണ് അവർ എഴുതിയിരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ ക്യൂണിഫോമിന്റെ കേസ് ഇത്രയേ ഉള്ളൂ. അതൊരു എഴുത്തുവിദ്യയാണ്. പിന്നെ അത് ഒരു ആപ്പിന്റെ ആകൃതിയാണ്. ആപ്പ് നമ്മുടെ മറ്റേ ഈ പ്ലേ സ്റ്റോറിലെ ആപ്പ് അല്ലട്ടാ, ഇത് വേറെ ആപ്പാ. ഓക്കെ, അതിന്റെ ഒരു വെഡ്ജ് ഷേപ്പിലാണ്, ആകൃതിയാണ്. പിന്നെ ഇത് മണ്ണ് കുഴച്ചുണ്ടാക്കിയ ആ ഒരു പ്രതലത്തിലാണ് ഇത് മെയിൻ ആയിട്ട് എഴുതിയിരുന്നെന്നാണ് പറയുന്നത്. സിമ്പിൾ, കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തേക്ക് പോകാം. ഒരു കാര്യം കൂടി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. നമ്മുടെ ഈ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിൽ സിഗുറാത്ത്, അതായത് നമ്മുടെ സിഗുറാത്തുകൾ, ഇത്രയേ ഉള്ളൂ. ദ കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ്, നെയിംലി സിഗുറാത്ത്, ഈസ് evidence of the amazing architectural skills of the ancient Mesopotamian. They were constructed in cities. They were built with artificial hill rocks using bricks. പ്രാചീന മെസപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ
വൈഭവത്തിനുള്ള തെളിവാണ് സിഗറാത്തുകൾ. ഇത് ആരാധനാലയങ്ങളായിരുന്നു. പിന്നെ നഗരത്തിലാണ് ഇത് നിർമ്മിച്ചിരുന്നത്. മൺകൂനകൾ നിർമ്മിച്ച് അതിനു മുകളിൽ ഇഷ്ടികൾ ഉപയോഗിച്ചാണ് സിഗറാത്തുകളും പണിതത്. ഇത് മെയിനായിട്ട് അവരുടെ നിർമ്മാണ വൈഭവം, ആർക്കിടെക്ചറൽ സ്കിൽസ് എന്ന് നേരത്തെ പറഞ്ഞില്ലേ, അതായത് ആ ജനതയുടെ ആർക്കിടെക്ചറൽ സ്കിൽസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രൂഫാണ്, ഒരു എവിഡൻസ് ആണ് നമ്മുടെ സിഗറാത്തുകൾ. അതേപോലെ ഇത് മെയിനായിട്ട് ഇത് സിറ്റീസിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. ഇത് എന്താണെന്ന് അറിയണ്ടേ, ഇത് ടെമ്പിൾസ് ആണ് ഇല്ലേ, ഇത് ആരാധനാലയങ്ങളാണ്. അതേപോലെ തന്നെ മൺകൂനകൾ നിർമ്മിച്ച് അതിനു മുകളിൽ ഇഷ്ടിക വെച്ചിട്ടാണ് ഈ സാധനം പണിതിരിക്കുന്നത്, സിഗറാത്തുകൾ പണിതിരിക്കുന്നത്. സിമ്പിൾ കാര്യങ്ങളാണ് ഇല്ലേ. സിഗറാത്ത് എന്ന് പറഞ്ഞ പേര്, ആ സ്പെല്ലിങ് ZIGGURAT, അത് പഠിച്ചു കഴിഞ്ഞാൽ തീർന്നു. അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ തീർന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പെല്ലിങ് അവിടെ എഴുതി പിന്നെ അതിൻ്റെ പോയിന്റ്സ് കാര്യങ്ങൾ സെറ്റായിട്ടൊന്ന് എഴുതി പോയാൽ മതി, കഴിഞ്ഞില്ലേ, സിമ്പിൾ. ഇനി അടുത്തതിലേക്ക് പോവാം. നമ്മൾ ഈ പാഠഭാഗത്തിൽ ഏറ്റവും അവസാനമായിട്ട് പഠിക്കാൻ പോകുന്നത് ചൈനീസ് സിവിലൈസേഷൻ, അതായത് നമ്മുടെ ചൈനീസ് സംസ്കാരമാണ്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കവറപ്പ് ചെയ്ത് പോകുന്നത് എന്ന് പറഞ്ഞു ഇല്ലേ. അതിനകത്ത് സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇല്ലേ. അതേപോലെ തന്നെ ഉള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ചൈനീസ് സിവിലൈസേഷൻ അല്ലേ, ചൈനീസ് സംസ്കാരം. അതിൻ്റെ സവിശേഷതകൾ, ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ദ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് ദ റിവർ ഹൊയാങ് ഹോ വിച്ച് was also known as the Yellow River. The people were engaged in weaving, making pottery and silk production. The art of writing existed in ancient China. The script was pictography. Later it developed into an ideographic script. The Chinese developed a calendar. According to the calendar, a year consisted of 365 half days. Sir, next like പോവാം. ഹൊയാങ് ഹോ എന്ന നദീതടത്തിലാണ് ലോകത്തിലെ പുരാതന നാഗരികതകളിൽ ഒന്നായ ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്. ഇത് ഉടലെടുത്ത എവിടെയാ, നമ്മുടെ ഹൊയാങ് ഹോ എന്ന നദീതടത്തിലാണ് ഇല്ലേ. അതേപോലെ നമ്മുടെ നെയ്ത്ത്, മൺപാത്രം, പട്ടുവസ്ത്ര നിർമ്മാണം, പോട്ടറി, അതേപോലെ തന്നെ വീവിംഗ് എന്ന് പറഞ്ഞു ഇല്ലേ. ആ ഇതിലാണ് ഇവർ പ്രധാനമായിട്ടും ഇവർക്ക് കഴിവുണ്ടായിരുന്നു, വൈദ്യുതമുള്ളവരായിരുന്നു ഇവർ. പിന്നെ അതേപോലെ തന്നെ പുരാതന ചൈനയിലും എഴുത്തുവിദ്യ നിലനിന്നിരുന്നു. നമ്മളെല്ലാത്തിലും എഴുത്തുവിദ്യനെ പറ്റി പഠിക്കുന്നുണ്ട് ഇല്ലേ, അതിലും നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ചിത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. പിന്നീട് അവർ എന്ത് ചെയ്തു, അത് നമ്മുടെ ഓരോരോ ഇത് വെച്ച് ഫിഗേഴ്സ് വെച്ച്, ഇപ്പോൾ ആ ഒരു ഫോട്ടോ കണ്ടില്ലേ, ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറി എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ പിക്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ ഇതിനകത്തേക്ക് മാറി എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ പ്രാചീന ചൈനക്കാരെന്താ കലണ്ടർ തയ്യാറാക്കിയിരുന്നു, അവരും കലണ്ടർ തയ്യാറാക്കിയിരുന്നു, എല്ലാവരും കലണ്ടർ തയ്യാറാക്കിയിരുന്നു അല്ലേ. അതേപോലെ കലണ്ടർ പ്രകാരം ഒരു വർഷത്തിൽ 365 ദിവസം ഉണ്ടായിരുന്നു. ഇവർക്കൊരു അര കൂടുതലാണ്. ഓക്കെ, ഇവരുടെ കലണ്ടറിൽ ഒരു അര ദിവസം കൂടുതലായിട്ട് കിടന്നിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. ആ വീവിങ്ങും അതേപോലെ തന്നെ വീവിങ്, നമ്മുടെ അതേപോലെ പോട്ടറി മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞില്ലേ, പട്ടുവസ്ത്ര നിർമ്മാണം, മൺപാത്ര നിർമ്മാണം, അതിൽ ഭയങ്കര സ്കിൽഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവർ ഹൊയാങ് ഹോ എന്ന നദീതടത്തിലാണ് ഈ ഒരു ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്, വളർന്നു വന്നത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു എഴുത്തുവിദ്യ നിലനിന്നിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം അവർ ചിത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അത് ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറി. ഈ ചിത്രം കണ്ടില്ലേ, പിന്നെ അവരും ഒരു കലണ്ടർ തയ്യാറാക്കിയിരുന്നു. 365 ദിവസം ഉണ്ടായിരുന്നു. ഇത്രയും ഉള്ളൂ നമ്മുടെ ചൈനീസ് സംസ്കാരം, അതിൻ്റെ സവിശേഷതകൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കുറേ കാര്യങ്ങൾ നമ്മളിത് എടുക്കാതിരുന്നത് വേറെ ഒന്നുമല്ല, ഈ ഒരു ഭാഗത്തു നിന്നാണ് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ എൻ്റയർ ടെസ്റ്റ് നല്ല രീതിയിൽ വായിക്കുക. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട് ഇല്ലേ, അതൊക്കെ നല്ല രീതിയിൽ വായിക്കുക. പ്രധാനമായിട്ടും ഈ ഏരിയാസിന് ഫോക്കസ് കൊടുക്കുക. ഓക്കെ, കുറച്ച് മാർക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കൊന്നുമില്ലല്ലോ, കാരണം വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഈ കുറേ ബിരുദന്മാർ ഇതൊക്കെ എന്തിനാ പഠിക്കണത്, ജസ്റ്റ് പാസ് കിട്ടിയാൽ പോരെ, അങ്ങനെ പാടില്ല കേട്ടോ. സോഷ്യലിൽ മെയിനായിട്ട് നല്ല മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റും, അത് കിട്ടണം. അർഹതപ്പെട്ട മാർക്ക് കിട്ടണ്ടേ, അത് നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഞാനെടുത്ത ഭാഗങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ക്ലിയർ ആയിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. ഓണം നമുക്ക് അടിച്ച് പൊളിച്ച് കയറി എല്ലാവരും. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.